ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദ ഡേ 2 ഓഫ് ഊട്ടി വ്ളോഗ്സ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് തന്നെ ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പായിരുന്നു. വെളുപ്പിനൊക്കെ -1 ഡിഗ്രി ആയിരുന്നു തണുപ്പ് കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ വായിന്നൊക്കെ പുക വരുന്ന അത്രയും തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. ഞങ്ങളിത് ഓപ്പൺ ആകുന്ന ടൈമിൽ തന്നെ ആട്ടോ പോയത്. അതുകൊണ്ട് ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല. ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പായിരുന്നു അന്ന്. പലയിടത്തും ഐസ് കട്ടയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു ഈ പുല്ലിലൊക്കെ കേട്ടോ. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു. ഗ്ലൗസ് ഒന്നും ഇടാതെ നമുക്ക് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊരു ഓഫ് സീസൺ ടൈം ആയതുകൊണ്ട് പൂക്കളൊന്നും ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഫുൾ ഗ്രീനറി ആയിരുന്നു. ഞങ്ങൾ ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ടോ. കൊച്ചുങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുമായിരുന്നു. ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി 100 രൂപയാണ് കേട്ടോ ഒരു ടിക്കറ്റ് വരുന്നത്. കുട്ടികൾക്കാണെങ്കിൽ 50 രൂപയാണ്. ഇതിന് ശേഷം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അവിടെ ടിക്കറ്റിന് 30 രൂപ എന്തോ ആണ്. എനിക്ക് ഷുവർ അല്ല, ബിക്കോസ് ഭയങ്കര തിരക്കായപ്പോഴേക്കും ടിക്കറ്റ് ഒന്നും എടുക്കാതെ തന്നെ എല്ലാവരെയും കയറ്റി വിട്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിറച്ച് പൈൻ മരങ്ങൾ നിൽക്കുന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് പൈൻ മരങ്ങൾ കാണുന്നതും അതിൻ്റെ കായൊക്കെ നമ്മൾ ക്രിസ്മസിനൊക്കെ തൂക്കുമല്ലോ, ആ കായൊക്കെ കാണുന്നത് കേട്ടോ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇതിൻ്റെ സൈഡിലൊരു ലേക്കൊക്കെ ഉണ്ട്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വൈബാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ അവിടെ കുതിര സവാരിയൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ കുതിരയിലൊക്കെ കയറിപ്പോയായിരുന്നു. 200 രൂപയാണ് ഒരു റൈഡ് വരുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയത് തോടാമുണ്ട് വ്യൂ പോയിന്റിലേക്കാണ്. തോടാമുണ്ട് എന്നാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഇത് എങ്ങനെ ഈ ഇത്രയും വലിയ മല കയറുന്നു. പക്ഷെ വൺസ് നമ്മളത് കയറി തുടങ്ങുമ്പോഴേക്കും അത് ഭയങ്കര ഈസിയാണ്. അതിന് ശേഷം അതിൻ്റെ മുകളിൽ ചെന്നുള്ള വ്യൂ മസ്റ്റ് നമ്മളുടെ വേർത്ത്, നമ്മൾ ആ കയറുന്നതിൻ്റെ വേർത്താണെന്ന് നമ്മൾ തന്നെ പറയണം. കാരണം ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ വീഡിയോസ് ഒന്നും അത്രയും ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന വ്യൂ കേട്ടോ. നല്ല കാറ്റ്, തണുപ്പുമാണ്, എന്നാൽ വെയിലും ഉണ്ട്. പക്ഷെ ബ്യൂട്ടിഫുൾ വെതറും ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയത് ബോട്ട് ഹൗസിലേക്കാട്ടോ. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ വേണ്ടി. പക്ഷെ ഭയങ്കര ക്യൂവും തിരക്കും കാരണം ഞങ്ങൾക്ക് ബോട്ടിൽ കയറാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു കഫേയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് എൻജോയ് ചെയ്ത് നിന്നു. രാത്രി 8 മണിക്ക് ഞങ്ങളുടെ റിട്ടേൺ ബസ്സും വന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.